ഹായ്, എല്ലാ കൂട്ടുകാർക്കും സനൽ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 മോഡൽ കിയ സോണറ്റിൻ്റെ മിഡ് വേരിയൻ്റായ HTK+ എന്ന് പറയുന്ന വേരിയൻ്റാണിത്. 2024 വന്നപ്പോൾ ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ്, എന്തെല്ലാം ഫീച്ചേഴ്സാണ് വരുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. HTK+നെ കുറിച്ച് പറയുകയാണെങ്കിൽ ടോപ്പ് എൻഡ് വേരിയൻറ്റിൻ്റെ അതേ ലുക്ക് തരുന്ന ഒരു മിഡ് വേരിയൻറ്റ് ശരിക്കും HTK+ ആണ്. ശരിക്കും ഒരു വാല്യൂ ഫോർ മണി വേരിയൻ്റ് എന്ന് പറയാം. അത്യാവശ്യം വേണ്ട ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും കിയ ഈ വേരിയൻറ്റിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശരിക്കും HTK വേരിയൻറ്റിന് HTK ഓപ്ഷണൽ എന്ന് പറയുന്ന ഒരു മിഡ് വേരിയൻറ്റ് വന്നിരുന്നു. ഇൻ ബിറ്റ്വീൻ നിൽക്കുന്ന ഒരു വേരിയൻ്റ് ആണത്. അതിനകത്ത് അഡീഷണൽ ആയിട്ട് വന്നിരുന്നത് സൺറൂഫാണ്. ഇപ്പോൾ സൺറൂഫ് പോലെയുള്ള ഫാൻസി ഫീച്ചേഴ്സ് വേണ്ട, ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നിങ്ങൾക്കൊരു കീലെസ് എൻട്രി, ആ ഒരു LED DRL ഇങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെയാണ് നോക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്ന ഒരു വേരിയൻ്റാണ് HTK+ എന്ന് പറയുന്നത്. HTK ഓപ്ഷണൽ വരുന്നതിന് മുമ്പ് ശരിക്കും വാല്യൂ ഫോർ മണി ആയിരുന്നു ഈ ഒരു വേരിയൻറ്റ്. HTK ഓപ്ഷണൽ വന്നപ്പോൾ കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്നതും HTK ഓപ്ഷണൽ തന്നെയാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വാല്യൂ ഫോർ മണി ആയിട്ട് നിൽക്കുന്ന ഒരു വേരിയൻറ്റ് ഇപ്പോഴും HTK+ തന്നെയാണ്. കിയ സോണറ്റ് HTK+ വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ടോപ്പ് എൻഡിന് അതേ ലുക്ക് തരുന്ന ഒരു മിഡ് വേരിയൻറ്റ് ശരിക്കും HTK+ ആണ്. LED DRL പോലെയുള്ള ഫീച്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതും HTK+ വേരിയൻറ്റ് തൊട്ടിട്ടാണ്. മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് DRLന് താഴെയായിട്ട് ഡ്യുവൽ യൂണിറ്റ് ആയിട്ടാണ് ഹെഡ്ലൈറ്റ് വരുന്നത്. അത് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന് താഴെയായിട്ട് നമുക്ക് ടെൻ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നു, അതും ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെയായിട്ട് നമുക്ക് ഫോഗ് ലൈറ്റ് വരുന്നത് LED ആണ് ഈ വേരിയൻറ്റിൽ. അപ്പോൾ HTK+ വേരിയൻറ്റിലോട്ടാണ് നമുക്ക് LED ഫോഗ് ലൈറ്റ് വരുന്നത്. ഈ ഫോഗ് ലൈറ്റിനോട് ചേർന്ന് വരുന്ന ഈ ക്രോം ഗാർണിഷ് ഇത് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ആക്സസറീസിൻ്റെ പ്രൈസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്താം. ഫ്രണ്ടിൽ നമുക്ക് ഇവിടെ ഒരു സിൽവർ കളറിൽ സ്കിപ്പ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം ഉൾപ്പെടുത്തിയിരിക്കുന്നു. 205 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ശരിക്കും സോണറ്റിന് വരുന്നത്. ഫ്രണ്ടിൽ നമുക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സും കൂടിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. HTK+ വേരിയൻറ്റോടാണ് നമുക്ക് ഗ്രില്ല് ഗ്ലോസി ബ്ലാക്ക് കളറിലേക്ക് ചേഞ്ച് ആവുന്നത്. ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 16 ഇഞ്ച് വീൽസാണ് കൊടുത്തിരിക്കുന്നത്. 215 60R16 ആണ് ടയർ സൈസ്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. ഇതിപ്പോൾ അലോയ് വീൽ പോലെ തോന്നിക്കുന്ന വീൽ കപ്പുകളാണ് വരുന്നത്. ഇതിപ്പോൾ ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്കിലാണ് ഇത് വരുന്നത്. ഇത് ശരിക്കും ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അലോയ് വീൽ പോലെ തന്നെയാണ് ഫീൽ ചെയ്യുക. ഇനി മിറേഴ്സിൽ ഇൻഡിക്കേറ്റേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. LED 10 ഇൻഡിക്കേറ്റേഴ്സ് മിറേഴ്സിലാണ് വരുന്നത്. മിററും ഡോർ ഹാൻഡിൽസ് എല്ലാം നമുക്ക് ബോഡി കളറിൽ കൊടുത്തിരിക്കുന്നു. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. നമുക്ക് HTK+ വേരിയൻറ്റിൽ കീലെസ് എൻട്രി വരുന്നുണ്ട്. ഈ ഒരു വേരിയൻറ്റിലാണ് നമുക്ക് കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു നമ്മുടെ കൈ പിടിച്ചുകൂടെ പോറൽ പറ്റാണ്ടിരിക്കേണ്ട ഒരു ക്രോം ഇൻസേർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഗ്ലാസുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്ലെയിൻ ഗ്ലാസ്സുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ടോപ്പിലേക്ക് വന്നാൽ നമുക്ക് റൂഫ് റെയിൽസ് കാണാം. അതിപ്പോൾ HTK വേരിയൻറ്റോട്ട് നമുക്ക് റൂഫ് റെയിൽസ് വരുന്നു. നമ്മുടെ സൺറൂഫ് ഈ വേരിയൻറ്റിൽ വരുന്നില്ല. ബാക്കിൽ നമുക്ക് ഷാർഫിൻ ആൻറ്റിന കാണാം. ഇനിയും ബാക്കിൽ നിന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ആദ്യം ശ്രദ്ധയപ്പെട്ട ഈ ഒരു ക്രോം ഇൻസേർട്ടാണ്. ഈ ഒരു ക്രോം ഇൻസേർട്ടും ഈ താഴെ കാണുന്ന ക്രോം ഫിനിഷും ഇതിൽ വരുന്നതല്ല, ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ബാക്കിൽ നിന്നുള്ള മറ്റ് ലുക്ക് നോക്കുകയാണെങ്കിൽ ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്ക് തരുന്ന ഒരു മിഡ് വേരിയൻറ്റ് ശരിക്കും HTK+ ആണ്. ഇപ്പോൾ ബാക്കിൽ കണക്റ്റഡ് ടെയിൽ ലൈറ്റ് കൊടുത്തിരിക്കുന്നു. വൈപ്പർ മാത്രമാണ് നമുക്ക് ശരിക്കും മിസ്സിംഗ് ആയിട്ട് വരുന്നത്. ബാക്കി ഡിഫോഗർ ഉൾപ്പെടെയുള്ള എല്ലാ ഫീച്ചേഴ്സും സെയിം ആയിട്ടാണ് വരുന്നത്. നമുക്കിവിടെ ടോപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ സ്പോയിലർ വരുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിലൊരു സ്പോയിലർ ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു സ്പോർട്ടി ഫീല് ലഭിക്കും. ബാക്കിലെ ഗ്ലാസ് ഡിഫോഗറോട് കൂടിയ ഗ്ലാസ്സാണ്, വൈപ്പർ കാര്യങ്ങൾ വരുന്നില്ല. അതിന് താഴെയായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ കണക്റ്റഡ് ടെയിൽ ലൈറ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ ഒരു പോർഷനായിട്ട് ഇതിൻ്റെ സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. അതിന് അകത്തായിട്ട് നമുക്ക് ഈ ഒരു പോർഷൻ സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. താഴെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. റിവേഴ്സ് ലൈറ്റ് നമുക്ക് കൊടുത്തിരിക്കുന്നു. ഇവിടെ താഴെയായിട്ടാണ് റിവേഴ്സ് ലൈറ്റ് വരുന്നത്. ഇവിടെ എല്ലാം നമുക്ക് ഒരു റിഫ്ലക്ടർ കാണാനായിട്ട് പറ്റും. ബാക്കിൽ നമുക്ക് ആ ഒരു സിൽവർ കളറിൽ സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഒരു ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് 2 പാർക്കിംഗ് സെൻസേഴ്സ് ഈ വേരിയൻറ്റിൻ്റെ ബാക്കിലും ഉൾപ്പെടുന്നു. റിവേഴ്സ് ക്യാമറ കൊടുത്തിരിക്കുന്നു ഇവിടെ താഴെയായിട്ടാണ്. ഇപ്പോൾ ഒരു HTK ഓപ്ഷണൽ വേരിയൻറ്റോട്ട് എനിക്ക് തോന്നുന്നു റിവേഴ്സ് ക്യാമറ ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ലോഗോൻ്റെ നേരെ താഴെ തന്നെ ആയിട്ടാണ് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കൊരു ഡോർ ഹാൻഡിൽ ഇവിടെ അകത്തുനിന്ന് ഹോൾഡ് ചെയ്യാൻ പാകത്തുന്ന ഡോർ ഹാൻഡിലാണ് വരുന്നത് അടയ്ക്കാനായിട്ട്. 385 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് ഈ വാഹനത്തിന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെയെല്ലാം നമുക്കൊരു സ്റ്റീൽ ഗാർഡ് കൊടുത്തിരിക്കുന്നു. ഇതുപോലെ ഒരു പോറ ഇളക്കാണ്ടിരിക്കാൻ വേണ്ടി ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ബാക്കിലെ സീറ്റ് ഫിക്സഡ് ഹെഡ് റെസ്റ്റോട് കൂടിയ സീറ്റുകളാണ് വരുന്നത്. 60-40 സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നുമില്ല. നമുക്ക് ബെഞ്ച് ഫോൾഡിംഗ് ആണ് വരുന്നത്. വേറെ പ്രത്യേകിച്ച് ബൂട്ട് ലൈറ്റോ കാര്യങ്ങളൊന്നും തന്നെ ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സ്പെയർ വീൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ബേസ് വേരിയൻറ്റിൽ വരുന്നത് 195 60R16 ആണ് ഇതിൻ്റെ സ്പെയർ വീൽ വരുന്നത്.
ജസ്റ്റ് ജോബ് ഡൺ ആ ഒരു രീതിയിലുള്ള സ്പെയർ വീലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും അകത്തുനിന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണ്. ആദ്യം പറഞ്ഞ പോലെ റിക്വസ്റ്റൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇൻറ്റീരിയറിൽ കളർ നോക്കുകയാണെങ്കിൽ ഒരു ഫുള്ളി ബ്ലാക്ക് കളറിലാണ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത്. നമുക്ക് AC വെൻസിന് ചുറ്റും ഗിയർ നോബിന് ചുറ്റും ഒരു സിൽവർ ഇൻസെറ്റ് കാണാം. നമ്മുടെ ഈ ഒരു സെൻട്രൽ കൺസോളിൻ്റെ കാര്യങ്ങളെല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഇത് അതിനകത്തുള്ള ഒരു സ്റ്റിക്കറാണ്. ഇനി ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ളി ബ്ലാക്ക് കളറിലാണ് ഡോർ പാഡ് കൊടുത്തിരിക്കുന്നത്. ആ ഡോർ ഹാൻഡിലിൻ്റെ കാര്യം മാത്രം ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. നമുക്ക് 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ലോക്ക് ആൻഡ് അൺലോക്ക്, മിറർ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നു. ഇതാണ് ഈ വാഹനത്തിൽ വരുന്ന കീ. നമുക്ക് പുതിയ കീയുടെ എല്ലാ വാഹനങ്ങളിലും കാണുന്ന സെയിം കീയാണ്. ലോക്ക് ആൻഡ് അൺലോക്ക്, ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് സ്പീക്കർ ഗ്രില്ല് കാണാം, ട്യൂട്ടർ ഗ്രില്ല് കാണാം. ഇതിൽ 4 സ്പീക്കറും 2 ട്യൂട്ടറുമാണ് സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഈ വേരിയൻറ്റിൽ നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സോണറ്റ് എന്ന് പറഞ്ഞ ബാഡ്ജിങ്ങോട് കൂടി ഒരു സ്റ്റീൽ ഗാർഡാണ് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഒരു 70 മാറ്റും ഈ വേരിയൻറ്റിൽ ആക്സസറി ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നു. നമ്മളുടെ ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ള ഇവിടെ താഴെയായിട്ട്. മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ കാണാം. ഫ്രണ്ടിലെ പാർക്കിംഗ് സെൻസർ ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നു. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്, ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് വരുന്നു, പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ ബട്ടൺ കാണാം. ഇനി നമുക്ക് അകത്തുനിന്ന് മറ്റ് ഫീച്ചേഴ്സ് എന്തെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് നോക്കാം. ഇൻറ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്ക് ആൻഡ് ഫീൽ തരുന്ന ഒരു ഇൻറ്റീരിയറാണ്. നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൻ്റെ അവിടെ എല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ മൾട്ടി ഫംഗ്ഷണൽ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ കൊടുത്തുള്ളൂ, ടെലസ്കോപ്പിക്ക് വരുന്നില്ല. ഇടതുവശത്തായിട്ട് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും കൊടുത്തിരിക്കുന്നു. ഡി കട്ട് ഒന്നുമല്ല, നോർമൽ സ്റ്റിയറിംഗ് ആണ്, ലെതർ ആപ്പും കൊടുത്തിട്ടില്ല. താഴെയെല്ലാം നമുക്കൊരു സിൽവർ ഫിനിഷ് കാര്യങ്ങൾ വരുന്നു. നമുക്ക് ഇടതുവശത്തായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്തായിട്ട് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും വരുന്നു. ഹെഡ്ലൈറ്റിൽ ഓട്ടോ ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹാഫ് അനലോഗ് ആൻഡ് ഹാഫ് ഡിജിറ്റൽ എന്ന രീതിയിലാണ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വരുന്നത്. RPM മീറ്റർ കാര്യങ്ങൾ അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു. അടുത്തൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ, അതിനകത്ത് ഒരുവിധം വേണ്ട എല്ലാ ഇൻഫർമേഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഡോർ ഓപ്പൺ ആയാലും ഡോർ ഓപ്പണിൻ്റെ വാണിംഗ് നമുക്ക് കാണാം. നമുക്ക് എന്താ പറയുക, മറ്റ് ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട്. ടയർ പ്രഷർ വാണിംഗ്, ഡിസ്റ്റൻസ് ടു എംപ്റ്റി, ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി, അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് കിയ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ കിയയുടെ ഒരുവിധം എല്ലാ വാഹനങ്ങളും നമ്മൾ കണ്ടുവന്നിരുന്ന ആ ഒരു 8 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീൻ തന്നെയാണ്. അത്യാവശ്യം ടച്ച് റെസ്പോൺസ് കാര്യങ്ങളുള്ള ഒരു സ്ക്രീനാണ്. ഇതിൽ നമുക്ക് 4 സ്പീക്കറും 2 ട്യൂട്ടറോട് കൂടി നല്ല ക്ലാരിറ്റി ഉള്ള ഒരു മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു റിവേഴ്സ് ക്യാമറയും നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ കിയയുടെ എല്ലാ വാഹനങ്ങളിലും നമുക്ക് റിവേഴ്സ് ക്യാമറ എടുത്ത് പറയുന്നത് അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസോട് കൂടിയ റിവേഴ്സ് ക്യാമറയാണ് വരുന്നത്. റിവേഴ്സ് ക്യാമറയുടെ സെൻസറിൻ്റെ ഫീച്ചർ നമുക്ക് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ കാണാനായിട്ട് പറ്റും. ഫ്രണ്ട് ആൻഡ് പാർക്കിംഗ് സെൻസേഴ്സിന് നമുക്ക് അറിയാൻ പറ്റുന്നത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലാണ്. നമുക്ക് സെൻട്രൽ സ്ക്രീനിൽ നമുക്ക് റിവേഴ്സ് ക്യാമറ മാത്രമാണ് ഫംഗ്ഷണലായിട്ട് വരിക. അതിന് താഴത്തേക്ക് വന്നാൽ നമുക്ക് ഹസാർഡ് ലൈറ്റിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ AC വെൻസിന് ചുറ്റുള്ള ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതിന് താഴെയായിട്ട് നമുക്ക് ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ആണ്. ടോപ്പിൻ്റെ വരുന്നതിലൂടെ നമുക്കൊരു ചാർജിങ് സ്പേസ്, വയർലെസ് ചാർജിങ് ആണ് വരുന്നത്. അതിന് താഴെയായിട്ട് നമുക്കിവിടെ ഒരു USB Type-C ചാർജിങ് പോർട്ട്, 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട്, ഒരു USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. USB നമ്മുടെ മ്യൂസിക് ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനുമായിട്ട് കണക്ട് ആയതാണ്. നമ്മളുടെ ആ ഒരു ഗിയർ നോബിന് ചുറ്റുമെല്ലാം ഒരു ക്രോമെൻസ് ആയിട്ട് വരുന്നു. ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. നമ്മുടെ 5 സ്പീഡ് ഗിയർ ബോക്സ് കാണാം. അതിന് താഴെയായിട്ട് നമുക്കിവിടെ നമ്മളുടെ 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നു. അതിനകത്ത് കിയയുടെ ബാഡ്ജിങ്ങോട് കൂടിയ ഒരു മാറ്റ്, അത് ഷോറൂമിൽ നിന്ന് ഒരു ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. അത് നമുക്ക് സെൻറ്റർ ആംറസ്റ്റ് വരുന്നു. സോഫ്റ്റ് ടച്ച് ഓപ്പണിംഗ് ആയിട്ടുള്ള സെൻറ്റർ ആംറസ്റ്റ് ആണ്. അതിനകത്ത് അത്യാവശ്യം സൈസ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. സീറ്റിന്റെ കംഫോർട്ട് എടുത്ത് പറയേണ്ടതാണ്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോട് നല്ല കംഫോർട്ടായിട്ട് സൈഡ് ബോൾഡിങ്സ് ഉള്ള സീറ്റുകളാണ് വരുന്നത്. സീറ്റിലെല്ലാം നമുക്കൊരു വൈറ്റ് ലൈന് കാര്യങ്ങൾ, ഒരു ഡ്യുവൽ കളർ എന്നുള്ള ഒരു വൈറ്റ് ലൈന് കാര്യങ്ങൾ വരുന്നു. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും കൊടുത്തിട്ടില്ല. നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. കോ ഡ്രൈവേഴ്സുള്ള സൺവൈസസ് വരുന്നുണ്ട്. വിത്ത് മിററോട് കൂടിയ സൺവൈസസ് ആണ്. സെൻറ്റർ IRVM, മാനുവൽ ഡിമ്മിങ്ങുള്ള IRVM ആണ്. നമുക്ക് സൺഗ്ലാസ് ഹോൾഡർ ഈ വേരിയൻറ്റിൽ വരുന്നുണ്ട്. അകത്ത് റീഡിംഗ് ലൈറ്റുകൾ രണ്ടും ഹാലജനായിട്ടാണ് വരുന്നത്. ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വരുന്നു. മിറർ കാര്യങ്ങളുള്ള ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഗ്ലോ ബോക്സിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സൈസായിട്ടൊരു ഗ്ലോ ബോക്സ്, കൂടുതൽ ഫീച്ചർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അപ്പോൾ ഇതാണ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ്. ഇനി ബാക്കി യാത്രക്കാരുടെ കംഫോർട്ട് നോക്കുമ്പോൾ എടുത്തു പറയേണ്ട കാര്യമാണ് ഈ സൺബ്ലൈൻസ്. ഇതിപ്പോൾ കിയയുടെ ഒരുവിധം എല്ലാ വാഹനങ്ങളിലും കാണുന്നുണ്ട്. ഇപ്പോഴത്തെ നമ്മളുടെ നാട്ടിലെ ടെമ്പറേച്ചർ അനുസരിച്ച് സൺബ്ലൈൻസ് വളരെ അത്യാവശ്യമാണ്. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ളി ബ്ലാക്ക് കളറിലാണ്
ആണ് ഡോട്ട് പാഡ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു പവർ വിൻഡോൻ്റെ കൺട്രോൾ കാണാം. ഡോർ ഹാൻഡിൽസ് എല്ലാം ഒരു ക്രോം ഇൻസൈറ്റിൽ കൊടുത്തിരിക്കുന്നു. സ്പീക്കർ ഗ്രില്ല് കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം വൈഡ് ഓപ്പണിംഗ് ആയിട്ടുള്ള ഡോറുകളാണ്. ഇനി ബാക്ക് സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫിക്സഡ് ആയിട്ടുള്ള ഹെഡ് റെസ്റ്റുകളാണ് വരുന്നത്. 3 പേർക്കുള്ള ഇൻഡിവിജ്വൽ സീറ്റ് ബെൽറ്റുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ വാഹനത്തിലൊരു 70 മാറ്റ് ആക്സസറി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വേരിയൻറ്റിൽ നമുക്ക് ബാക്കിലേക്ക് AC വെൻസ് വരുന്നുണ്ട്. AC വെൻസ് ചുറ്റുമെല്ലാം ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതിന് താഴെയായിട്ട് 2 ടൈപ്പ് സി ചാർജിങ് പോർട്ടുകളാണ് വരുന്നത്. അതിൽ ഫോൺ വയ്ക്കാനായിട്ടുള്ള ഒരു ചെറിയ സ്പേസ് കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്കൂപ്പ് ഔട്ട് ചെയ്തിരിക്കുന്ന സീറ്റുകളാണ്. നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം നിങ്ങൾക്ക് കാണാം. ഇനി ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ് റൂം ഉണ്ട്. ഇപ്പോൾ നിവർന്നിരുന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 15-17 സെൻറ്റിമീറ്റർ നമുക്ക് ഹെഡ് റൂം ബാലൻസ് കാണാം. നമുക്ക് ഇവിടെയും ഒരു റീഡിംഗ് ലൈറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ വരുന്നു. നമ്മൾ ഡ്രൈവർ സൈഡിന് ബാക്കിലുള്ള ഗ്രാബ് ഹാൻഡിലിൻ്റെ അവിടെ നമുക്കൊരു ഹുക്ക് കാര്യങ്ങളും വരുന്നുണ്ട്. സോണറ്റിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബേസ് വേരിയൻറ്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. പിന്നെ ABS, EBD, ഹിൽ ഹോൾഡ്, ട്രാക്ഷൻ കൺട്രോൾ, അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ബേസ് വേരിയൻറ്റ് തൊട്ട് കിയ ആഡ് ചെയ്തിട്ടുണ്ട്. സോണറ്റിൻ്റെ ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ ബേസ് വേരിയൻ്റായ STE വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പെട്രോളിന് 9,44,000 രൂപയും. ഈ ബേസ് വേരിയൻറ്റിൽ തന്നെ നമുക്ക് സൺറൂഫ് ഉള്ള ഒരു വേരിയൻറ്റ് അവൈലബിൾ ആണ്. STE ഓപ്ഷണൽ എന്ന് പറഞ്ഞ് ആ വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 9,68,000 രൂപയാണ്. നമുക്ക് സോണറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ബേസ് വേരിയൻറ്റ് തൊട്ടേ നമുക്ക് ഡീസൽ വേരിയൻറ്റുകൾ അവൈലബിൾ ആണ്. അതായത് ഒരു 11 ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ നിങ്ങളൊരു ഡീസൽ കാർ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരേ ഒരു കാർ എൻ്റെ അഭിപ്രായത്തിൽ സോണറ്റ് മാത്രമാണ്. ഇനി ബേസ് ഡീസൽ വേരിയൻറ്റിൻ്റെ ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 11,55,000 രൂപയാണ് ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള STE ഡീസലിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. STE ബേസ് വേരിയൻറ്റിൽ ഡീസലിൽ നമുക്ക് ഓപ്ഷണൽ എന്ന് പറഞ്ഞ വേരിയൻറ്റ് അവൈലബിൾ ആണ്. ഏകദേശം 20,000 രൂപ കൂടുതലാണ് വരുന്നത്. അതിന് 11,78,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന വേരിയൻറ്റ് STK പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻ്റാണ്. ഇതിനിടയ്ക്ക് ഇനിയും STK വേരിയൻറ്റിൻ്റെ STK ഓപ്ഷണൽ ഉണ്ട്. രണ്ടിൻ്റെയും പ്രൈസ് STK ഓപ്ഷണൽ വേരിയൻറ്റിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചാനലിലുണ്ട്. ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും ഉൾപ്പെടുത്താം. STK പ്ലസ് വേരിയൻറ്റിൽ നമ്മൾക്ക് പെട്രോളിൽ മാനുവൽ വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 11,77,000 രൂപ. ഈ മാനുവൽ വേരിയൻറ്റിൽ തന്നെ നമുക്കൊരു IMT അവൈലബിൾ ആണ്. പെട്രോൾ IMTക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 12,68,000 രൂപ. ഇനി നമ്മൾക്ക് ഡീസൽ അവൈലബിൾ ആണ്. ഡീസലിൽ മാനുവൽ മാത്രമേ ഉള്ളൂ. അതിന് 13,81,000 രൂപ. അതായത് ഒരു മിഡ് വേരിയൻറ്റ് കാർ, അതായത് ഇപ്പോൾ ബ്രസാഡിയൊക്കെ മിഡ് വേരിയൻറ്റിനും ഏകദേശം ഈ ഒരു പ്രൈസ് തന്നെ വരുന്നുണ്ട്. മിഡ് വേരിയൻറ്റിൽ ഇത്രയധികം ഫീച്ചേഴ്സ് തരുന്നൊരു വേരിയൻറ്റ് വേറെയില്ല. നമുക്ക് പെട്രോളിന് നമുക്കറിയാം 1.2 ലിറ്റർ ആ ഒരു പെട്രോൾ എഞ്ചിൻ തന്നെയാണ് വരുന്നത് ഈ വേരിയൻറ്റുകളിലെല്ലാം. ടോപ്പ് എൻഡിലേക്ക് ചെല്ലുമ്പോഴാണ് 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ വരുന്നത്. ഈ ഒരു വേരിയൻറ്റിന് പെട്രോളിന് ഏകദേശം ഒരു 13-14 നമുക്ക് റിയൽ ലൈഫിൽ മൈലേജ് എക്സ്പെക്റ്റ് ചെയ്യാം. മൈലേജ് എന്ന് പറയുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കിയയുടെ കാറുകളെല്ലാം ഡീസലാണ്. ഇതിൻ്റെ കിയ സോണറ്റിൻ്റെ ഡീസലിന് കമ്പനി ക്ലെയിം ചെയ്യുന്നത് 23 കിലോമീറ്റർ പെർ ലിറ്ററാണ് മൈലേജ്. പക്ഷേ റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്നവർക്ക് മിനിമം 20-നടുത്ത് മൈലേജ് ലഭിക്കുന്നുണ്ട്. അതായത് 11.5 ലക്ഷം രൂപ 11 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഓട്ടോ ഉള്ള ഒരാളാണ് എങ്കിൽ, നിങ്ങൾക്ക് ഡീസലാണ് നോക്കുന്നത് എങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരേ ഒരു കാർ കിയയുടെ സോണറ്റാണ്. അത്യാവശ്യം മൈലേജിൻ്റെ ഒരു SUV ഫീല് തരുന്നുണ്ട്. നല്ല കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു കാറുമാണ് കിയയുടെ സോണറ്റ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. റെഗുലർ വ്യൂവേഴ്സാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കിയ റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. പുതിയ വാഹനം എടുക്കാനാണെങ്കിലും എക്സിസ്റ്റിംഗ് വാഹനത്തിൻ്റെ ഉടമയാണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.